കൊമ്പങ്കാട് കോയ ഓ സ്ഥാനാർത്ഥികളൊക്കെ ഞാൻ അറിഞ്ഞു. ഇന്റെ സ്വഭാവം പോയി പണിയൊക്കെ ഞാൻ തരൂല തരൂല പോയിക്കോ. ഇന്റെ മേലും കയ്യും മേരക്കാണ് ഓളോട് ലേശം തിന്നാ തരുമോന്ന് ചോദിച്ചേ. ഓള് തരുന്നില്ല. ഓള് മാത്രം ചൊറുക്കും തടിയൊക്കെ കൂടി ഇങ്ങനെയൊക്കെ നടക്കുക. അത് ഞാൻ ഓർഡർ ചെയ്തല്ലേ. മമ്മക്കാണെങ്കിൽ മമ്മ ഓർഡർ ചെയ്തോട്ടെ. എനിക്ക് ഓർഡർ ചെയ്താൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്നെ കാത്ത് നിൽക്കുവാ. എന്നിട്ട് കൊച്ചുപുളി അവിടെ നടക്കണേ. എന്താ കൊണ്ട് നടക്കേ തവളെ ഇക്കുറി ബോംബെ അംശാണല്ലോ സ്ഥാനാർത്ഥി. കേക്കുണ്ട് ഓ വോട്ട് ചോദിച്ചാൻ വരുന്നവർക്ക് എന്തോ ഒരു പൊതി കൊടുക്കുന്നുണ്ടോ. ആ അങ്ങനെയാണ് വോട്ടോ എനിക്കല്ലേ. ഇതൊക്കെ ഈ വെള്ളി വെള്ളിട്ട് നടന്നാ പട്ടച്ച കൊന്നിട്ട് ഓലക്കാണ് ചൂടും പകർത്തിട്ടല്ല അങ്ങനത്തെ ഒരു വോട്ട് വേണ്ട. വാർത്ത വാപ്പിട്ടല്ലേ പോണ്ട് അറിഞ്ഞില്ലേ ബോംബെ നമ്മളെ സ്ഥാനാർത്ഥി. ഈ ന്യൂസ് ഞാൻ ആകെ പരത്തും, എല്ലായിടത്തും പരത്ത. എല്ലാവർക്കും ഒരു കെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എന്നാ പിടിച്ചോ. പേടിച്ചണ്ട ബോംബെ വാർത്ത ഒക്കെ അറിയിച്ചിക്കണു. ഓ നോക്കിയോളൂ. അച്ഛാ അച്ഛാ ആ നിക്കണു. അച്ഛനോ? അച്ഛനല്ല അപ്പുണ്യേട്ടം. ആ സ്ഥാനാർത്ഥിന്റെ വരവുണ്ട് ബോംബെ. അപ്പുണ്യേട്ടാ നമ്മളെ ചിഹ്നം ആട്. നമ്മക്ക് കുത്തിയാ നോമിനെന്താ ഗുണം? നിങ്ങൾ ആരോഗ്യം ഞാൻ നിലനിർത്തും. നേരോ എന്നാ എന്റെ ആരോഗ്യത്തിനുള്ള ഒരു വോട്ട് തനിക്ക്. ഇപ്രാവശ്യത്തെ ഇലക്ഷന് സ്ഥാനാർത്ഥി നിൽക്കുന്നത് നമ്മളെ ദോസ്ത് ബോംബെ ഹംസ. ആള് പാത്ത പോസ്റ്റർ. അതാ ചിഹ്നം ആട്. ചിന്നാടാ? ചിന്നാടല്ല, ചിഹ്നം ആട്. മാടേ ചോര എന്തെങ്കിലും ചെയ്ത പക്ഷെ വോട്ട് ഹംസക്ക് കുത്തണം. അതിനാ കുത്തോ? നമ്മൾ ഇനി പോണത് കൊമ്പങ്കാട്ടിക്കാണ്. ഇവിടെ ആരുല്ലേ? ഈ ലിഫ്റ്റിക്ക് ഇന്നോടത്തുനിന്ന് എനിക്ക് ചിഹ്നം മറക്കണ്ട, ആടാണ്. അതൊക്കെ ഞാൻ അറിഞ്ഞിക്കണു ഹംസേ. ഓടിക്കാ കിത്തുമാത്താക്ക ഒരു പൊതി. അത് നമ്മളിപ്പോ വോട്ട് ചോദിച്ചവർക്കൊക്കെ ഉണ്ട്. വാട്സപ്പിൽ റീപ്ലൈ തരാത്തേ. കണ്ടടി ഹംസ അത് കൊടുന്നാ നിക്കണേ. രാവിലെ ഹംസേ ഇതിനും വേണ്ടി ഞാൻ ഇവിടെ ഇരക്കേനി. ആ പെട്ടിയില് താക്കത്തിന്റെ ആട്ടിലേന്നു. ഞാൻ വിചാരിച്ചത് പൈസന്റെ കെട്ടാണെന്നേ. പൈസ കൊടുത്തിട്ട് ഒരു കുത്തേക്കെ വെച്ചോളൂ ഹംസക്ക് വോട്ട് ചെയ്യണ്ട. നാട്ടില് വികസനം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഹംസക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യമുള്ള ജനതയാണ് ഹംസന്റെ ലക്ഷ്യം. തിത്തുമാത്ത ഹംസക്ക് വോട്ട് വെച്ചോ. ഔക്കുറ് കൂടെ ഉണ്ടെങ്കിൽ എന്റെ വോട്ട് ഹംസക്കല്ല. അപ്പൊ ബോംബെ ഇതിന്റെ ഉള്ളില് ആട്ടിലേക്ക് ഇനിയില്ലേ? നമ്മളെ നാട്ടിലേക്ക് ആട്ടും കൂടും കോഴിക്കൂടും അല്ല കൊടുക്കണ്ടേ, ആടിനെ തിന്ന് ആരോഗ്യ കൊടുക്കണ്ടേ. എന്നാ ബാക്കിയുള്ള പെട്ടികൾ മൊത്തം ഞാൻ തിന്നു.